ഒരു മനുഷ്യൻ ഇപ്പൊ നമ്മൾ അതിജീവിത എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ വിശേഷിപ്പിക്കുമ്പോൾ മുമ്പ് പറഞ്ഞല്ലോ എങ്ങനെയൊക്കെയാണ് നെർവസ് സിസ്റ്റത്തിനെ ഈ ഒരു അവസ്ഥ ബാധിക്കുക എന്ന്. അതിജീവനം എന്നത് കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് അലേർട്ട് ആണ്. ദാറ്റ് ഈസ് സർവൈവൽ. സർവൈവ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാൻ പോലും കഴിയില്ല. നമ്മൾ എപ്പോഴാണ് അപകടം വരിക, എന്താണ് എന്നുള്ള കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് അലേർട്ടിലാണ്. അവിടെ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് സമാധാനമായി, സന്തോഷമായി, കഴിഞ്ഞു പോയതിനെ ഉൾക്കൊണ്ട് നന്നായി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോൾ, ഈ ഇര ലൈംഗിക ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നിടത്തുനിന്ന് ലൈംഗിക ആക്രമണം അതിജീവിച്ച ആളാണ് എന്ന് പറയാൻ നമ്മുടെ സമൂഹം വളർന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന് കുറച്ചും ആ മനുഷ്യൻ സർവൈവലിൽ നിന്ന് മാറി നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്, ത്രൈവിങ് ആവുന്ന, ലിവിങ് ആവുന്ന ഒരവസ്ഥ. അതായത് ഉള്ളിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് നന്നായിട്ട് ജീവിക്കണം, ജീവിതം വേണം എന്നുള്ള ഡ്രൈവിംഗ് ഫോഴ്സിലേക്ക് ആ മനുഷ്യൻ എത്തുമ്പോൾ ആ മനുഷ്യനെ എന്ത് പദം കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് അറിയില്ല. വി ഡോണ്ട് ഹാവ് എ ടേം ഫോർ ഇറ്റ്. സോ ഈ ലോക മനുഷ്യാവകാശ ദിനത്തിൽ ഞാൻ പറയുന്ന പുതിയ വാക്ക് പുതുജീവിത എന്നാണ്. അതായത് കഴിഞ്ഞു പോയതിനെ അതിജീവിച്ച് പുതുതായി ജീവിക്കാൻ തുടങ്ങുക.